സോ അപ്പോൾ ഇതാണ് അവിടെ നടന്നത്. ഹലോ എവ്രി വൺ, ദിസ് ഇസ് മീ അനു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം, ഭയങ്കര സന്തോഷം ഞാൻ ഫീൽ ചെയ്ത ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ നമ്മൾ ഒരു ഒന്നര ആഴ്ച മുമ്പ് നമ്മളെല്ലാവരും ഓഫീസിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പം നമുക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കാനായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ള ഡിസ്കഷനിൽ വന്നപ്പോൾ ഇങ്ങനെ ഗുലാബ് ജാമുൻ കഴിച്ചാലോ എന്നിങ്ങനെ വന്നു. അപ്പം എനിക്ക് ഗുലാബ് ജാമുൻ പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. എനിക്കിഷ്ടമല്ല ഗുലാബ് ജാമുൻ, ഭയങ്കര മധുരമായതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ് ഗുലാബ് ജാമുൻ. പക്ഷേ എല്ലാവരും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഗുലാബ് ജാമുൻ കഴിക്കാമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നമ്മൾ സ്വിഗ്ഗി നോക്കി, സൊമാറ്റോ നോക്കി, ഒരിടത്തും ഗുലാബ് ജാമുൻ കാണിക്കുന്നില്ല. മൂവാറ്റുപുഴയിൽ ഗുലാബ് ജാമുൻ ഇല്ലെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഗുലാബ് ജാമുൻ ഇല്ല. അപ്പോഴത്തേക്കും ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു, ക്ലാസ്സിൽ കയറാനുള്ള ടൈമായി, പഠിപ്പിക്കാൻ പോകണം. സോ എല്ലാവരും പറഞ്ഞു ഓക്കെ വിട്ടേക്ക്, കുഴപ്പമില്ല. എല്ലാവരും അത് വിട്ടു, എല്ലാവരും ക്ലാസ്സിൽ പോയി. അപ്പോൾ ഞാനും ക്ലാസ്സിൽ പോയി പഠിപ്പിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗുലാബ് ജാമുൻ കഴിക്കാനൊരു കൊതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രേവിങ് പോലെ. ലൈക്ക് ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു കൊതി ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത് അടുത്ത ദിവസം നോക്കാം. അങ്ങനെ അടുത്ത ദിവസം ഞാനതുപോലെ നോക്കി ഇവിടെ ഓഫീസിൽ വന്നിട്ട്, അപ്പോഴും കാണിക്കുന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസവും ഞാൻ നോക്കി, അന്നും കാണിക്കുന്നില്ല, ഇവിടെ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ജെഫിനും കെവിനും നവീനൊക്കെ ചോദിച്ചു എന്തായിട്ട് നോക്കുന്നേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്കിങ്ങനെ ഗുലാബ് ജാമുൻ കഴിക്കാൻ അന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കൊതി തോന്നുകയാണ്. സോ ഞാനിങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരും ആ ഒരു മൈൻഡിൽ അത്രയേ ഉള്ളൂ. പിന്നെ അത് 2-3 ദിവസമായിട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റുഡൻസായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് അല്ലാതെ സംസാരിക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു മൂവാറ്റുപുഴ എവിടെയെങ്കിലും ഗുലാബ് ജാമുൻ കിട്ടാനുണ്ടോ ചോദിച്ചു. അപ്പോൾ അവർ തപ്പിയിട്ടും കിട്ടുന്നില്ല. ഈ സാധനം ഇല്ല, എവിടെ നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ സാറ്റർഡേയിൽ നമ്മളെല്ലാവരും കൂടെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം, എന്നിട്ട് നമുക്ക് മൂവിക്ക് പോകാം, ഗുരുവായൂർ അമ്പലനടയിൽ കാണാൻ പോകാം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ഇട്ടു. അപ്പം മന്തി കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ നിന്ന് മന്തി കഴിക്കണം, അറേബ്യൻ പാലസ് വേണോ അൽറീം വേണോ എന്നുള്ള കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ എപ്പോഴോ ഒരു വട്ടം അൽറീമിൽ പോയപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഗുലാബ് ജാമുൻ ഇങ്ങനെ ഒരെണ്ണം വെച്ചിട്ട് 25 രൂപയുടെ ഒരെണ്ണം ചെറിയ ഡബ്ബയിൽ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ മന്തി കഴിച്ചിട്ട് നമുക്ക് ഗുലാബ് ജാമുൻ വാങ്ങി ആ ക്രേവിങ് അങ്ങ് തീർക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു അൽറീമിൽ പോവാം, നമുക്ക് അൽറീമിൽ പോയിട്ട് മന്തിയും കഴിക്കാം. അവിടെ ഞാൻ അവരോട് പറഞ്ഞാടാ ഇങ്ങനെ ഗുലാബ് ജാമുൻ ഉണ്ട്, അതും കഴിച്ച് മറ്റേ വാഴ നനയുന്നതിൻ്റെ കൂടെ ചീരയെ നനയുന്ന പോലെ എൻ്റെ ക്രേവിങ്ങും അങ്ങ് മാറുമല്ലോ. ശരിക്കും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം കൂടിയാണ്, എന്നിട്ടാണ് എനിക്ക് ഇത്ര ക്രേവിങ്, മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ മന്തി പറഞ്ഞു. അവിടെ നമ്മൾ നോക്കിപ്പോയി അൽഫാം മന്തി ഉണ്ടായിരുന്നില്ല. പിന്നെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തുള്ള മന്തിയൊക്കെ കഴിച്ച് മന്തി പണ്ടത്തെ അൽറീമിൻ്റെ ആ പ്രൗഢിയൊക്കെ പോയെന്ന് തോന്നുന്നു. ടേസ്റ്റ് ഉണ്ടായില്ല, നമുക്ക് ആർക്കും വലിയ ഇഷ്ടം ഒന്നും ആയില്ല. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഡപ്പ ഉണ്ടായിരുന്നില്ല, ഗുലാബ് ജാമുൻ ഇല്ല, ഒന്നുമില്ല അവിടെ. നമുക്ക് അന്നും കിട്ടിയില്ല. പിന്നെ അന്ന് മൂവിയൊക്കെ കണ്ട് അങ്ങനെ ഇതാക്കി. പിന്നെ അടുത്ത ദിവസം ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചു, വീടിൻ്റെ അവിടെയൊക്കെ അന്വേഷിച്ചു, കിട്ടുന്നില്ല. തിങ്കളാഴ്ച വന്നു, അന്വേഷിച്ച് കിട്ടുന്നില്ല. ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചൊക്കെ ചോദിച്ചു, എവിടെ ഇല്ല. അപ്പോൾ അന്ന് അജ്ഫാനിലൊക്കെ കിട്ടും, അങ്ങനെ 2-3 ഷോപ്സിലുണ്ടെന്ന് പറഞ്ഞിട്ട് ജെഫിൻ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ ഞാനും ജെഫിനും കൂടെ പോയിട്ട് അജ്ഫാനിലും അവിടെ ഇവിടെ 2-3 കടകളിലൊക്കെ കയറി. അവിടെ ഒന്നും ഗുലാബ് ജാമുൻ ഇല്ല, ഒരു കടയിലും ഗുലാബ് ജാമുൻ കിട്ടുന്നില്ല. മറ്റേ കുഞ്ഞിരാമായണത്തിൽ സൽസശാപും ഇല്ലേ, അതുപോലെയാണ് ഒരിടത്തും ഗുലാബ് ജാമുൻ മാത്രം കിട്ടുന്നില്ല. അങ്ങനെ കുറേ അപ്പോഴത്തെ ഗുലാബ് ജാമുൻ ഇല്ല. അങ്ങനെ ജെഫിൻ എന്നോടൊന്ന് ചേച്ചി വിനായക ബേക്കറിയിൽ ഗുലാബ് ജാമുൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കാര്യം ചെയ്യും, നമുക്ക് പോയി നോക്കാം. അപ്പോൾ അമ്മ ചേച്ചി ഞാൻ നേരത്തെ ഇറങ്ങുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അത് ഞാൻ നേരത്തെ ഇറങ്ങുന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ വീട്ടിൽ പോകുന്ന വഴിക്ക് ഞാൻ വിനായകയിൽ നോക്കാമുണ്ടോയെന്ന് ഉണ്ടെങ്കിൽ ചേച്ചി ഇത് കഴിയുമ്പം നവീനയും കൂട്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കേടാ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഞാൻ നവീനയും കൂട്ടിയിട്ട് പോവാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ വിളിക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ചില്ല. അപ്പം ഞാൻ ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്തു ചേച്ചി ഗുലാബ് ജാമുൻ കിട്ടുമെന്ന്. പക്ഷേ അവൻ വേടാ നീ വിളിക്കാമെന്നല്ല പറഞ്ഞേ. അയ്യോ ചേച്ചി വിനായകയിലുണ്ടായിരുന്നു, ഞാൻ ചേച്ചി വരുന്ന വിചാരിച്ചേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോട്ടെ കുഴപ്പമില്ല, നീ നാളെ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അന്ന് രാവിലെ ജെഫിനില്ല, നവീനും ഞാനും കെവിനാണ് ഉണ്ടായിരുന്നത്. അപ്പം രാവിലെ തൊട്ട് എന്താ പറയുക, ഇവരിങ്ങനെ എൻ്റെ പുറകെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ചുമ്മാ തമാശയ്ക്ക്, വേറെ ഒന്നുമല്ല. ലൈക്ക് എനിക്ക് ഓൺ ബ്രദേഴ്സ് പോലെ. എല്ലാവരും എന്നെക്കാളും പ്രായം കുറവുള്ള കുഞ്ഞി കുട്ടികളാണ്. ഞാനിങ്ങനെ അവരെ പറ്റി ടേക്ക് കെയർ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. സോ
സോ അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ചുമ്മാ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ടൊമാഞ്ചറി അങ്ങനെ ചൊറിഞ്ഞ് കിടക്കാം. അപ്പോൾ ഞാനിങ്ങനെ എനിക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ പേരിൽ ഗുലാബ് ജാമുൻ നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. എന്നിട്ട് ഉച്ചയായപ്പം ജെഫിൻ വന്നു. ഞാനിങ്ങനെ ഗുലാബ് ജാമുൻ എന്നിട്ട് ഞാൻ ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചേച്ചി വിനായകയിൽ ഗുലാബ് ജാമുൻ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മീൻവൈൽ നവീൻ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയിക്കുമായിരുന്നേ. അപ്പം വിനായകയിൽ ഗുലാബ് ജാമുൻ ഇല്ല എന്ന് പറഞ്ഞു. വേറെ എന്തോ സാധനം ഉണ്ട്, അതിൻ്റെ എന്തോ ഗുലാബ് ജാമുൻ ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ ചേട്ടാ നീ നോക്കാൻ മറന്നു പോയതാണോ, അങ്ങനെയാണെങ്കിൽ നീ മറന്നു എന്ന് തന്നെ പറഞ്ഞു, ഞാൻ പോയി നോക്കിക്കോളാം, നീ ഇപ്പം വിട്ടുപോയതാണെങ്കിൽ നീ ഇല്ല എന്ന് പറയരുത്. അപ്പം പറഞ്ഞില്ല ചേച്ചി ഞാൻ നോക്കിയില്ല കേട്ടോ സാധനം എന്ന് പറഞ്ഞു. ഞാൻ ഇനി എവിടെ കിട്ടും, സങ്കടമായി. ഞാൻ എൻ്റെ ചേച്ചീനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കോതമംഗലത്ത് നിങ്ങൾ വരുമ്പോൾ കോതമംഗലത്ത് ഗുലാബ് ജാമുൻ ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ കൂത്താട്ടോളത്തും അവിടെ എവിടെയെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എവിടെയെങ്കിലും ഗുലാബ് ജാമുൻ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് അത്രയ്ക്ക് ഇതായി. അപ്പം വീണ്ടും കെവിൻ എന്നെ ചൊറിയാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു 1.5 ആഴ്ചയായിട്ട് ക്രേവിങ് കൊണ്ട് നടന്നിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രാന്തിൽ ഞാൻ ഇരിക്കുകയാണ്, അടക്കിയിരുന്നോ എന്നൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്കും ഇപ്പം നിങ്ങൾ കാണുമ്പോഴേക്ക് ഈ ഗുലാബ് ജാമിന് വേണ്ടിയിട്ട് എന്തിനാ വീട്ടിൽ ചെന്ന് ഞാനെന്ന് പറഞ്ഞപ്പോഴവർക്ക് ഗുലാബ് ജാമുൻ കിട്ടാത്ത സാധനമാണോ, പക്ഷേ ആ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടുന്നില്ല, നമ്മൾ അന്വേഷിച്ചടക്കം നമുക്ക് കിട്ടുന്നില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമമാണ്. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചപ്പം നവീൻ കയറി വന്നു, ഫുഡ് കഴിച്ചിട്ടവൻ പുറത്തുനിന്ന് കഴിച്ചിട്ടവൻ കയറി വന്നു. അപ്പോൾ അവനിങ്ങനെ ഞാൻ കണ്ട് അങ്ങനെ എന്തോ അവൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ എന്താടാന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല സീക്രട്ടാന്ന് പറഞ്ഞിട്ട് അവനും ജെഫിനിങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരും ഇത്തിരി ഗുലാബ് ജാമുൻ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണോ, പക്ഷേ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ടും ഇത് കണ്ടിട്ട് എല്ലാവരും എനിക്ക് അവസാനം ഭയങ്കര സങ്കടമാവാൻ തുടങ്ങി. അങ്ങനെ സങ്കടമായിട്ട് ഞാൻ ഇതിൻ്റെ ബ്രേക്ക് ടൈം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ ക്ലാസ് റൂമിൽ കയറിയിട്ട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. വിഷമിച്ചല്ല, ലൈക്ക് ഞാനവിടെ പോയി ഇരുന്നു, ഒറ്റയ്ക്ക് ഇരുന്നു. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് പോയി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ചേച്ചി വിളിക്കുമോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് സംസാരിച്ചു. ഞാനിങ്ങനെ ഫോണിൽ ജസ്റ്റ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേന് ഇവർ വന്നിട്ട് വീണ്ടും ചേച്ചി എന്തെങ്കിലും ഇരിക്കണേ അങ്ങനെ എന്നിട്ട് ഇങ്ങനെ അറിയാവുന്ന പോടാ എന്നിട്ട് ഞാൻ ഓടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജെഫിൻ എൻ്റെ അടുത്ത് വെച്ചാൽ ചേച്ചി പിണക്കമാണോ ഞങ്ങളോട്, ഞാൻ എന്താ പിണങ്ങുന്നത്, ചേച്ചി വിഷമിച്ചിരിക്കണം, ഇപ്പോൾ ഒരു വിഷമവും ഇല്ലടാ, ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അവരുടെ കൂട്ടത്തിക്കൊണ്ടിരുത്തി. അവിടെ കൊണ്ടിരുത്തിയിട്ട് വീണ്ടും ട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു പൊയ്ക്ക് അവിടെ നിന്നിട്ട് ഞാൻ എഴുതിയിട്ട് സ്റ്റാഫ് റൂമിൽ വന്നിരുന്നു. അപ്പം ഞാൻ നേരെ സ്റ്റാഫ് റൂമിൽ വന്ന് ഇരുന്നു. അപ്പോൾ സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ വീഡിയോസ് ഓൾറെഡി ഉണ്ടായിരുന്നത് എഡിറ്റ് ചെയ്യാനുള്ളൊരു പരിപാടി. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് ഷോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് സിനിമാറ്റിക് സ്ലോമോ അങ്ങനെയുള്ളത് എടുത്ത് നോക്കാനായിട്ട് ഞാനിങ്ങനെ ഓൾറെഡി ക്യാമറയിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് ഞാനിങ്ങനെ സ്റ്റാഫ് റൂമിൻ്റെ വാതിലിൽ അങ്ങോട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കുക. ആ പോയിന്റിൽ ജെഫിനും കെവിനും കൂടെ വന്ന് എന്നെ നോക്കി ചിരി തുടങ്ങി. മീൻസ് എന്താടാ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കെവിൻ മോനാണെങ്കിൽ പാട്ടൊക്കെ തുടങ്ങി. മീൻസ് എന്താ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എന്താടാ എന്തുവാ ഗുലാബ് ജാമുനാണോ ഇതെവിടുന്ന അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു വിനായകൻ കിട്ടിയോ ചോദിച്ചോന്നൊക്കെ. ഇപ്പം പറഞ്ഞു ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. സോ അപ്പോൾ ഇതാണ് അവിടെ നടന്നത്. അപ്പോൾ ഈ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ലൈക്ക് നമ്മുടെ ആ ഒരു ക്രേവിങ് 1.5 ആഴ്ചത്തെ ക്രേവിങ് അത് മാറിയതിൻ്റെ സന്തോഷം. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ജെഫിൻ്റെ അടുത്ത് ചോദിച്ചേടാ നിങ്ങൾ സർപ്രൈസ് തന്നാണല്ലേ, നിങ്ങൾ ഇല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പം ജെഫിൻ എന്നോട് പറഞ്ഞു അവൻ ഓൾറെഡി വന്നപ്പോൾ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ അവർ ഇങ്ങനെ അത് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം നവീൻ പുറത്തുനിന്ന് വന്നപ്പോൾ ജെഫിൻ്റെ വണ്ടിയിൽ ഇതിരിക്കുന്നുണ്ട്, അതാണ് കണ്ടു എന്ന് പറഞ്ഞത്. അത് എനിക്ക് മനസ്സിലാവാതെ അവർ കോഡിട്ട് തീർത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചത് നേരത്തെ തന്നോടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കെവിനും ഇതുപോലെ പുറത്തിറങ്ങിയപ്പോൾ വണ്ടി ഇരിക്കണ കണ്ടു. അപ്പോൾ കെവിൻ പറഞ്ഞു നമുക്ക് നോക്കാം, ചേച്ചി എന്തോരം വട്ട് കാണിക്കുമെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം എന്ന് വിചാരിച്ച് അവരിങ്ങനെ നോക്കിയിരുന്നതായിരുന്നു എന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഓർക്കുണ്ടാവും ഞാൻ എന്തിനാണ് ഇതൊക്കെ നിങ്ങളോട് വന്ന് പറയുന്നതെന്ന്. എനിക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് വന്ന് പറയും എന്തായാലും ഇതൊക്കെ എന്തിനാണ് നീ ഞങ്ങളോട് പറയുന്നത്. വേറൊന്നുമല്ല,
ഞാനിങ്ങനെ അതും ഇതൊക്കെ എന്തായാലും വ്ളോഗായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇത് എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഭയങ്കര സന്തോഷം തന്നൊരു ഇൻസിഡൻ്റ് ആണ്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ഗുലാബ് ജാമുനാണ്, കുഞ്ഞതാണ്, വലിയ വലിയ എക്സ്പെൻസീവോ അല്ലെങ്കിൽ വലിയ സംഭവമൊന്നും ഇതിലില്ല, വേറെ ഒന്നും വലിയ മറ്റേ ആഘോഷങ്ങളൊന്നുമില്ല. ഇപ്പം സപ്പോസ് നമ്മളൊരു ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ വി നോ നമുക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഫ്രണ്ട്സോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ എക്സ്പെക്ടേഷൻ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇത് ഇങ്ങനൊരു കാര്യത്തിൽ ഇങ്ങനെ ഇവർ ചിലപ്പോൾ നേരിട്ട് കൊണ്ടു തന്നാലും എനിക്ക് ഓക്കെ ഞാൻ ഹാപ്പിയാണ്, ഈ സാധനം കിട്ടുമ്പോഴേ ഞാൻ ഹാപ്പിയാണ്. അത് വെച്ച് ഇങ്ങനെ വീട്ടിൽ വെച്ച് അങ്ങനെ സർപ്രൈസ് ആയിട്ട് അവർ പറയാതെ വാങ്ങിക്കൊണ്ട് തരുമ്പോഴൊരു ആ ഒരു സ്നേഹവും ആ ഒരു സന്തോഷമൊക്കെ അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ. ഞാൻ ഇതിനു മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നിടത്ത് എനിക്ക് ഇത്രയും നല്ലൊരു ബഞ്ച് ഓഫ് കൊളീഗ്സിനെ കിട്ടിയിട്ടില്ല. ഭയങ്കര ജെന്വിനാണ് ഇവിടെ എല്ലാവരും, നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. നമുക്ക് തിരിച്ചങ്ങനെയാണ്. ചിലപ്പോൾ ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ 3 പിള്ളേരും, അവർ 3ഉം എന്നെക്കാളും ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഞാൻ അവരുടെ ഒരു ചേച്ചി ആ ഒരു ഇത് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് ആതിര ചേച്ചിയായിട്ടായിരുന്നു എനിക്ക് ആ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ഞാൻ അനിയത്തിയും ചേച്ചിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ചേച്ചിയായിരുന്നു എന്നെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇവരെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് അപ്പോൾ ഇവരുടെ ആ ഒരു തമാശയിലും കളി ചിരിയിലും ഒക്കെ കൂടി ഞാനിപ്പോൾ ലൈഫിൽ നല്ല എൻജോയ് ചെയ്യുന്നൊരു ആ ഒരു ഇത് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പിയാണ്. അതെനിക്ക് ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ലൈക്ക് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഇത്രയും നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയതിൽ, അല്ലെങ്കിൽ ഇത്രയും എനിക്ക് ഇവരോടുള്ള സ്നേഹവും പിന്നെ ആതിര ചേച്ചിയോടും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് അവരൊക്കെ. അതുമൊക്കെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സന്തോഷം. അങ്ങനെ വലിയ കാര്യമൊന്നും ഇല്ല ഇതിൽ, എനിക്കറിയാം. ഐ നോ ദാറ്റ് വലിയ സംഭവമൊന്നുമല്ല, ഒരു ഗുലാബ് ജാമുനല്ലേ, ഐ നോ. പക്ഷേ ആ ഒരു എഫേർട്ടും ആ ഒരു സ്നേഹവും ഇറ്റ് കൗണ്ട്സ്, ഇറ്റ് മാറ്റേഴ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുമ്പൊന്നും ഇങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ. പക്ഷേ ഇതെന്തോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. ഞാൻ അത്രയും ആഗ്രഹിച്ച് ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.